അപ്പോൾ ഇതൊരു എന്തോ ഒരു പ്രതിഭാസമാണ്, പ്രകൃതിയുടെ പ്രതിഭാസമായിരിക്കും. ഇവിടെ പൊട്ടിച്ചെടുത്തപ്പോൾ ഇച്ചിരി ടൈറ്റ് പോലെ തോന്നി. എന്തെങ്കിലും ആട്ടെ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചു. ബൽഹാരി ചാമ്പയിലൊക്കെ നിറയെ ഫ്രൂട്ടുകൾ സെറ്റായി വരുന്നുണ്ട്. ഹായ്, ഗ്രേസ് കാർഡിലേക്ക് സ്വാഗതം. നമ്മുടെ മംഗോസ്റ്റിനിൽ കായകളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ 5 വർഷം പ്രായമായ ഒരു മംഗോസ്റ്റിനാണ്. ഇത് ഈ വർഷം കായ്ക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്രതീക്ഷിതമായിട്ട് ഇതിൽ കായകൾ ഉണ്ടായതാണ്. ഉണ്ടായപ്പോൾ ഒരു 10-25ഓളം കായ്കൾ ഇതിലുണ്ടായി. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു കൊലയിൽ 2 ഫ്രൂട്ട് വരെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 25ഓളം കായകൾ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ തന്നെ ഒരു 10-15ഓളം കായകളുണ്ട്. ഇതൊക്കെ കായകളൊക്കെ മുഴുത്തു തുടങ്ങി. ഇവിടെയൊക്കെ കാണാം, ഇവിടെയൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ഷെയ്ഡുള്ള സ്ഥലമാണ്, ഒട്ടും വെയിലടിക്കാത്ത സ്ഥലമാണ്. ഇതിൻ്റെ തെക്ക് ആ ഭാഗത്ത്, ഈ ഭാഗത്ത് ആണ് വെയിലടിക്കുന്ന ഭാഗം. അപ്പോൾ അവിടെ ഒരു 3 കായകളാണ് ഉണ്ടായത്. ആ 3 കായകളും കൊഴിഞ്ഞു പോയി. പക്ഷേ ഈ ഭാഗത്തുള്ള ഒരു കായ പോലും കൊഴിഞ്ഞു പോയിട്ടില്ല. ഈ വർഷം മംഗോസ്റ്റിന് പൊതുവെ പലർക്കും കായ കൊഴിച്ചിൽ ഉണ്ടെന്ന് കേൾക്കാനിടയായി തീർന്നു. ഹ്യൂമിഡിറ്റി തന്നെയാണ് പ്രശ്നം, സ്ട്രെസ്സ്, അത് മംഗോസ്റ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഷെയ്ഡിലുണ്ടായ ഫ്രൂട്ടുകൾക്കൊന്നും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ ഫ്രൂട്ടുകൾക്കൊക്കെ നല്ല രുചിയും അതുപോലെ മധുരവും കേടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, വലിപ്പമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം മൈക്രോ ന്യൂട്രിയൻസ് അതുപോലെ ഫ്രൂട്ടർ ഒക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു കൊലയിൽ ഇവിടെ 2 കായുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മംഗോസ്റ്റിനിൽ 3-4, ഒരു കൊലയിൽ 3-4 കായ്കളായിട്ടുള്ള മംഗോസ്റ്റിൻ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കാനിടയായി തീർന്നു. നമ്മുടെ ഫ്രൂട്ടുകൾക്കൊക്കെ നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉണ്ടാകാനായിട്ട് ഞാനിപ്പോൾ മൈക്രോ ന്യൂട്രിയൻസും അല്പം ഫ്രൂട്ടറും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മംഗോസ്റ്റിനിൽ കായകൾ തണലുള്ള ഭാഗത്ത്, വെയിലടിക്കാത്ത ഭാഗത്ത് നിറയെ കായകൾ പിടിച്ചിരിക്കുകയാണ്. മൈക്രോ ന്യൂട്രിയൻസും ഫ്രൂട്ടറും ചേർത്ത് ഞാൻ ഈ മംഗോസ്റ്റിൻ്റെ ഫ്രൂട്ടുകളിൽ സ്പ്രേ കൊടുക്കുകയാണ്. കായകൾക്ക് നല്ല വലിപ്പം വയ്ക്കാനും അതുപോലെ കേടുകളൊക്കെ കുറയാനും. ബൽഹാരി ചാമ്പയിലൊക്കെ നിറയെ ഫ്രൂട്ടുകൾ സെറ്റായി വരുന്നുണ്ട്. ഫ്രൂട്ടിന് നല്ല മധുരവും അതുപോലെ ടേസ്റ്റും കേടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കേടുകളൊക്കെ കുറയാനും നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉണ്ടാകാനും നല്ല കാപിടുത്തത്തിനും വേണ്ടിയിട്ട് മൈക്രോ ന്യൂട്രിയൻസും ഫ്രൂട്ടറും അടിച്ചു കൊടുക്കുക. ഇത് പ്രമോദ് വെറൈറ്റി സ്റ്റാർ ഫ്രൂട്ടാണ്. അത്യാവശ്യം നന്നായിട്ട് ഇത്തവണ ഇതിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഇനമാണ്. നല്ല മധുരവും അതുപോലെ ഫ്ലേവറും ഒരു പ്രത്യേക കളറുമുള്ള ഇനമാണിത്. നമുക്ക് സ്റ്റാർ ഫ്രൂട്ടിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ആണ്. ഫസ്റ്റ് ടൈം ഫ്ലവറിങ് ആയിരുന്നു, നിറയെ ഫ്ലവർ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കായ്കൾ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇന്ത്യൻ മുസംബിയാണ്, നിറച്ച് ഫ്ലവറിങ് ആണ്. ഇപ്പം നല്ല ചൂടുണ്ടല്ലോ, പൂക്കൾ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ സ്ട്രെസ്സ് മൂലമാണ് അധികവും കൊഴിച്ചിലുണ്ടാകുന്നത്. ചൂടിൻ്റെ കാഠിന്യവും പിന്നെ ചെറുതായിട്ട് മഴയുണ്ട്. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റും മൈക്രോ ന്യൂട്രിയൻസും നമ്മളിതിന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്.
അത് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂക്കൾ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രെസ് മൂലമാണ് പൂക്കൾ കൊഴിയുന്നത്. മാക്സിമം പൂക്കൾ കൊഴിയാതെ കാ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിങ് പോങ് ലോങ്ങനാണ്, ഇതും ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് വാട്ടർ കണ്ടൻറ്റ് വളരെ കുറഞ്ഞൊരു ചാമ്പയ്ക്കയാണ്. ഒരു ചാമ്പയിൽ തന്നെ 2 കളറിലുണ്ടാവും. ആ രണ്ടിനും ചാമ്പയ്ക്കയ്ക്ക് അതിൻ്റെ സ്ട്രക്ചർ വലിയ വ്യത്യാസമുണ്ട്. ഇതിലുണ്ടാകുന്ന ഗ്രീൻ കളറാണ്. ഇത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, ജ്യൂസിയാണ്, ആവറേജ് മധുരമുള്ളൂ. പക്ഷേ ഇതിന് തീരെ വാട്ടർ കണ്ടൻറ്റ് ഇല്ല, നല്ല കട്ടിയാണ്. ഇതിൻ്റെ രൂപവും അതുപോലെ ഉള്ളിലൊക്കെ ഒരുപോലെ തന്നെയാണ്. കായ്കളും രണ്ടിലും കായ്കളുണ്ട്. പക്ഷേ ഈ ചുവന്ന നിറത്തിലുണ്ടാകുന്ന ചാമ്പയ്ക്കയ്ക്ക് വാട്ടർ കണ്ടൻറ്റ് കുറവാണ്. നല്ല മധുരമാണ്, നല്ല ഫ്ലേവറാണ്. ചില പ്ലാന്റുകളും ഫ്രൂട്ടുകളും നമുക്ക് അപ്രതീക്ഷിത സർപ്രൈസുകൾ നൽകാറുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രീൻ ചാമ്പയാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് പൊട്ടിച്ചപ്പോഴത്തേക്ക് അത് ചാടിപ്പോന്നു. ഇത് മറ്റൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ഗ്രീൻ ചാമ്പയിൽ ഇതുപോലത്തെ ഗ്രീൻ കളർ ചാമ്പയാണ്. ഇതൊരു തായ്ലാൻഡ് വെറൈറ്റിയാണ്. ഇതിൽ സീഡ് കാണാറുണ്ട്. നല്ല ജ്യൂസിയാണ്. ചിലതിന് നല്ല മധുരമാണ്, ചിലതിന് മധുരം കുറവാണ്. ഈ പ്ലാന്റിൽ സർപ്രൈസ് എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഈ ഗ്രീൻ കളറിന് പകരം നല്ല റെഡ് കളറായിട്ട് 1-2 ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ആ കൊമ്പിൽ വേറെയും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും ആ ചുവന്ന കളറ്, ഒരേ ചാമ്പയിൽ തന്നെ 2 കളറ്, അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രീൻ ചാമ്പയിൽ ഇത് കണ്ടോ, ഇത് ഇവിടെയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് പച്ച കളറ്. അതുപോലെ ഇത് കണ്ടോ, ഇവിടെയും നല്ല ഗ്രീൻ കളറിൽ ഇവിടെയൊക്കെ നിറയെ കാണാൻ കഴിയും ഗ്രീൻ കളറിൽ ചാമ്പയ്ക്ക. എന്നാൽ ഈ ചാമ്പയ്ക്കയുടെ കളറ് നല്ല റെഡ് കളറാണ്. കണ്ടോ, ഒരേ ചാമ്പയിൽ തന്നെ 2 കളറ്. നമ്മൾ ആദ്യം പൊട്ടിച്ചെടുത്ത ഭാഗമായിട്ടുള്ള ചാമ്പയ്ക്കയാണ്. കണ്ടോ, അതേ ചാമ്പയിലുള്ള വ്യത്യസ്തമായ മറ്റൊരു കളർ. അപ്പോൾ ഇതിൻ്റെ മൂപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിത് പൊട്ടിക്കാൻ പോവാണ്. ഇതേ സെയിം കളറിൽ തന്നെ വേറെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പൊട്ടിച്ചു. ഇതേ ഒരേ പ്ലാന്റിൽ 2 കളറുള്ള ചാമ്പയ്ക്ക. ഈ ഒരു കൊമ്പിൽ ഈ കളറിൽ വേറെ ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, വേറെ ചാമ്പയ്ക്കയിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇത് സെയിം കളറിൽ തന്നെ, ഒരേ ചാമ്പയിൽ തന്നെ 2 കളറ്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റോ മധുരം ഒന്നും അറിയില്ല, അതിൽ സീഡുണ്ടോ ഇല്ലോ ഒന്നും അറിയില്ല. നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇത് നോക്കാം എങ്ങനെയുണ്ട്. ഒരേ ചാമ്പയിൽ നിന്ന് 2 കളറുള്ള ചാമ്പയ്ക്ക, മൂപ്പത്തെ ചാമ്പയ്ക്ക നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റും മധുരവും നോക്കാം. ആദ്യം നമുക്ക് ഗ്രീൻ കളർ, ഈ ചാമ്പയിൽ ഗ്രീൻ കളർ ചാമ്പ. ഒരേ ചാമ്പയാട്ടോ, ഗ്രാഫ്റ്റൊന്നും ചെയ്തതല്ല. അത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, നല്ല ഒരു സീഡുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ സീഡ്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചാമ്പയിലെ ഗ്രീൻ ചാമ്പ, ഈ ഗ്രീൻ ചാമ്പയ്ക്ക് ഒന്ന് കഴിക്കുകയാണ്. നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്, നല്ല ജ്യൂസിയാണ്, പാകത്തിന് മധുരമുണ്ട്, അത്യാവശ്യം മധുരമുണ്ട്. ചില ചാമ്പയിൽ മധുരക്കൂടുതൽ ഇതിനെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ആവറേജ് മധുരമുണ്ട്, കുഴപ്പമില്ല, ടേസ്റ്റുള്ളൊരു ചാമ്പയ്ക്കയാണ്. ഈ ചാമ്പയിലെ ഒരേ ചാമ്പയിലെ തന്നെ 2 കളറുള്ള ചാമ്പയ്ക്ക. ഇത് റെഡ് കളറാണ്. അപ്പോൾ ഇതൊരു എന്തോ ഒരു പ്രതിഭാസമാണ്, പ്രകൃതിയുടെ പ്രതിഭാസമായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ടേസ്റ്റ് മധുരം നോക്കാം. ശരിക്കും പഴുത്തോന്ന് എനിക്കറിയത്തില്ല, ശരിക്കും പഴുത്തിട്ടില്ലെന്ന് തോന്നണം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടിച്ചെടുത്തപ്പോൾ ഇച്ചിരി ടൈറ്റ് പോലെ തോന്നി. എന്തെങ്കിലും ആട്ടെ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾവശം, ശരിക്കും പഴുത്തിട്ടില്ല. 2 സീഡുണ്ട്, കണ്ടോ, റെഡ് കളർ 2 സീഡുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അല്പോടെ പഴുക്കാനുണ്ട് എന്തായാലും. അപ്പോൾ ഈ ചാമ്പയിലെ ഗ്രീൻ ചാമ്പ നമ്മൾ കഴിച്ചു, അത്യാവശ്യം മധുരമുണ്ട്, നല്ല ജ്യൂസിയാണ്. ഇനി ഇതേ ചാമ്പയിലെ റെഡ് കളറുള്ള ചാമ്പയ്ക്ക ഒന്ന് കഴിച്ചു നോക്കാം. ഈ ചാമ്പയിലെ ഗ്രീൻ ചാമ്പയായിട്ട് ഇതിന് യാതൊരു സാമ്യമില്ല, അത്ര ജ്യൂസി അല്ല, പക്ഷെ നല്ല മധുരമുണ്ട്. ഒരു വ്യത്യസ്തമായ ഫ്ലേവറാണ്, നല്ല ഫ്ലേവറാണ്. ഉൾവശമൊക്കെ പ്രത്യേക രീതിയിലാണ്, അത്യാവശ്യം സൈസുണ്ട്. കഴിക്കും തോറും കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം, സൂപ്പർ. അപ്പോൾ എന്തായാലും ഇതൊരു വിസ്മയ ചാമ്പയാണ്. ഒരേ ചാമ്പയിൽ തന്നെ വ്യത്യസ്തമായ ചാമ്പ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം, നല്ല രസമുണ്ട്. ഇതേ രീതിയിലുള്ള ചാമ്പയ്ക്ക് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്, ഞാനത് കാണിക്കാം. കൂടാതെ അത് ആ കമ്പിൽ നിറയെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഈ ഗ്രീൻ ചാമ്പയുടെ മറ്റൊരു കമ്പിലുണ്ടായിരിക്കുന്ന വേറെ ഇനം
വേറെ ഇനം എന്ന് വെച്ചാൽ കളറിലും ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. ആകൃതിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്, സീഡും ഉണ്ട് ഉള്ളിൽ. പക്ഷേ ഈ കൊമ്പിലുണ്ടായ ഫ്രൂട്ടുകൾക്കെല്ലാം ഈ നിറവും അതുപോലെ മധുരത്തിലും രുചിയിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ കമ്പിൽ വേറെ നിറയെ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്ത റെഡ് ചാമ്പയുടെ തുടക്കത്തിലുള്ള കളർ ഇതാണ്. ഈ കളർ വന്നിട്ട് റെഡിലേക്ക് വരികയാണ്. ഇതെൻ്റെ ഒരു ഉലോസാപ്പയുടെ പ്ലാന്റ് ആണ്. ഇത് ലെയർ പ്ലാന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഉലോസാപ്പ ഫ്രൂട്ടിനെ കുറിച്ച് അറിയാം. ഈ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഒരു ഫ്രൂട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. ഞാനത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. ഇതിന് പല ഇനങ്ങൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ചില ഇനങ്ങൾക്ക് ടേസ്റ്റ് കുറവാണെന്ന് പറയുന്നു. എന്തായാലും ഞാൻ കഴിച്ച ഫ്രൂട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫ്രൂട്ടാണിത്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒലാസോപ്പ ഫ്രൂട്ട്. ഇത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇതെൻ്റെ പ്രിയ സുഹൃത്ത് ഡേസിൻ്റെ പ്ലാന്റിൽ നിന്നുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ആ പ്ലാന്റിൽ നിന്നുള്ള അതിൽ നിന്നൊരു ലെയർ ചെയ്തെടുത്ത തൈയാണ് ഞാനിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. നല്ല വളർച്ചയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അത് നന്നായിട്ട് പഴുക്കണം. ഇത് അതായത് നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ ഇങ്ങനെ ചാടിപ്പോകത്തക്ക രീതിയിൽ ആ നിലയിൽ പഴുത്തെങ്കിൽ മാത്രമേ ഇതിനാ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്ന് പ്ലാന്റ് ഒന്ന് കുലുക്കി ചാടുന്ന ഫ്രൂട്ടുകൾക്കും നല്ല മധുരവും ടേസ്റ്റും ഉണ്ട്. അല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരമുന്തിരിയൊക്കെ നല്ല കറുപ്പായെങ്കിൽ അതിൻ്റെ ആ കറക്റ്റ് മധുരവും ടേസ്റ്റും കിട്ടത്തുള്ളൂ. അതുപോലെ എനിക്ക് ഇവിടെ ഒരു സീഡ് ലൂബി ഉണ്ട്. അത് നല്ല ബ്ലാക്ക് ആയെങ്കിലേ അതിൻ്റെ ആ ഒരു പ്ലമ്മിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചില ഫ്രൂട്ടുകൾ അങ്ങനെയാണ്. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചെറുതായിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്യാം. ഇതുണ്ടല്ലേ, ഇതുണ്ടോ, നല്ല ഫൈബറുണ്ട് ഈ ഫ്രൂട്ടിന്. അപ്പോൾ ഞാനൊന്ന് കഴിക്കാൻ പോവാം. വെണ്ണ പോലെ അലിഞ്ഞു പോകുന്നു. നല്ല മധുരമുണ്ട്. ശരിക്കും ഒരു ശർക്കരയുടെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കും തോറും കഴിക്കണമെന്ന് തോന്നുക. നല്ല സൂപ്പർ ടേസ്റ്റും നല്ല മധുരവും. അകത്തൊരു സീഡുണ്ട്. വലിപ്പമുള്ള സീഡാണ്, പക്ഷെ അതിന് ചുറ്റും നല്ല ഫ്രഷ് ഉണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. നല്ല ഇനം നോക്കി നല്ല പഴുത്ത ഫ്രൂട്ട് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്.